ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ആർക്കിടെക്ചറാണ്. 8051 ആർക്കിടെക്ചർ ഡയഗ്രാം വളരെ സിമ്പിളാണ്. ഇതിൽ ഓരോ കോമ്പണൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുൻപ് നമ്മൾക്കിതിൻ്റെ കോമൺ എലമെൻറ്റ് നോക്കാം. ഇവിടെ നമുക്ക് കാണാമല്ലേ സിസ്റ്റം ബസ്. ഈ ഒരു സിസ്റ്റം ബസ് എന്ന് പറയുന്നത് CPU-ലോട്ട് എല്ലാ ഡിവൈസസിനെയും കണക്റ്റീവാണ് ചെയ്യുന്നത്. ഈ ഒരു സിസ്റ്റം ബസ് എന്ന് പറയുന്നത് 8 ബിറ്റ് ഡേറ്റയും 8 ബിറ്റ് ഡേറ്റ ബസ്സും 16 ബിറ്റ് അഡ്രസ് ബസ്സുമാണ് ഉള്ളത്. അപ്പം ഡേറ്റ, അഡ്രസ്സ്, ബസ്സിൻ്റെ കൺട്രോൾ സിഗ്നൽസ് ഇത്രയും നമുക്ക് ഈ ഒരു സിസ്റ്റം ബസ്സിലൂടെ പോകുമെന്ന് വിചാരിക്കാം. ഇവിടെ നമുക്കുള്ള മെയിൻ എലമെൻ്റ് എന്ന് പറയുന്നത് CPU ആണ്. CPU-ൻ്റെ അകത്ത് കംപ്രസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളിനി പറയാനായിട്ട് പോകുന്നത്. CPU എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബ്രെയിൻ ആണല്ലേ, നമ്മളുടെ മെഷീൻ്റെ ബ്രെയിനാണ് CPU. CPU-ൻ്റെ അകത്തുള്ള ആദ്യത്തെ രജിസ്റ്റർ എന്ന് പറയുന്നത് അക്യുമുലേറ്റർ രജിസ്റ്ററാണ്, അല്ലെങ്കിൽ അതിനെ ACC ഓർ A എന്ന് നമ്മൾ വിശേഷിപ്പിക്കും. അക്യുമുലേറ്റർ രജിസ്റ്റർ എന്തിനാണ്? ഒരു ഓപ്പറൻ രജിസ്റ്റർ ആണല്ലേ, അതിനെ നമ്മൾക്ക് റിസൾട്ടൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്. അടുത്ത രജിസ്റ്റർ എന്ന് പറയുന്നത് B രജിസ്റ്ററാണ്. B രജിസ്റ്റർ നമ്മുടെ 8051 2 ഓപ്പറേഷനായിട്ട് യൂസ് ചെയ്യത്തുള്ളൂ. ഒന്ന് മൾട്ടിപ്ലിക്കേഷനും ഒന്ന് ഡിവിഷനും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് B രജിസ്റ്ററിനെ ടെമ്പററി സ്റ്റോറേജിനായിട്ട് യൂസ് ചെയ്യാം. അടുത്തത് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ്. പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റാറ്റസ് ഇൻഫർമേഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ വേർഡ്സിൻ്റെ സ്റ്റാറ്റസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ PSW യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഫ്ലാഗ് രജിസ്റ്റേഴ്സ് ഒക്കെ ഇല്ലേ, അതിൻ്റെ സിമിലർ ഫങ്ഷനാലിറ്റിയാണ് ഇവിടെ വരുന്നത്. ഇത് 8 ബിറ്റ്സ് ആണ്, 8 ബിറ്റ്സ് ഫ്ലാഗ് രജിസ്റ്ററാണ് ഈ ഒരു PSW നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ 8 ബിറ്റിലെ 6 ബിറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 6 ബിറ്റ്സ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അതിലെ 2 ബിറ്റ് എന്ന് പറയുന്നത് റിസർവ്ഡ് ആണ്. റിസർവ്ഡ് ആണ്. നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും. D4ഉം D3 എന്ന് പറയുന്നത് റിസർവ്ഡ് ആയിട്ടുള്ള 2 ബിറ്റുകളാണ്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളുടെ ഈ ഒരു 6 ബിറ്റിൽ, ഈ ഒരു 6 ബിറ്റിലും 4 ബിറ്റ് കണ്ടീഷണലും 2 ഫോർ സെലക്ടിങ് ദ രജിസ്റ്ററുമാണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേനും സോറി ഇത് റിസർവ്ഡ് അല്ല കേട്ടോ, ഇത് രജിസ്റ്റർ ബിറ്റ്സ് ആണ്. ഇത് രജിസ്റ്റർ ബിറ്റുകളാണ് കേട്ടോ. ഈ RS1ഉം RS2ഉം രജിസ്റ്റർ ബിറ്റ്സ് ആണ്. റിസർവ്ഡ് എന്ന് പറയുന്നത് ബേസിക്കലി ഇതാണ് നമ്മളുടെ റിസർവ്ഡ് വരുന്നത് 1. ആൻഡ് ഈ ഒരു ഈ ഒരു F0 എന്ന് പറയുന്നത് നമുക്ക് റിസർവ്ഡ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് വൺ ക്യാരി ഫ്ലാഗ്, രണ്ടാമത്തേത് ഓക്സിലറി ക്യാരി, ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. F0 ഫ്ലാഗ് 0 യൂസറിന് വേണ്ടിയിട്ട് ജനറൽ പേർപ്പസിനാണ് നമ്മൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇത് രജിസ്റ്ററിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഓവർഫ്ലോയിൻ്റെ ഫ്ലാഗ്, പിന്നെ ഇത് ഇഗെയിൻ യൂസറിന് വേണ്ടിയിട്ടുള്ളത്. അപ്പം ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞ് 8 ബിറ്റിലെ 2 റിസർവ്ഡ്, F0യും അതുപോലെ തന്നെ ഈ ഒരു നള്ളിട്ടേക്കുന്നത് യൂസറിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇഗെയിൻ ഇത് രണ്ടും രജിസ്റ്ററിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞപ്പോൾ ചെറിയൊരു തെറ്റ് പറ്റി, ശ്രദ്ധിച്ചോ. ഓക്കെ, P is for പാരിറ്റി ഫ്ലാഗ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ PSW. അതെങ്ങനെയാണ് ഓരോ ഫ്ലാഗിനും എങ്ങനെയാണ് സ്റ്റാറ്റസ് നമ്മൾ കൊടുക്കുന്നതെന്നുള്ളത്. അടുത്തത് സ്റ്റാക്ക് പോയിൻ്റർ. സ്റ്റാക്ക് പോയിൻ്റർ ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യം പോലും ഇല്ല, ബിക്കോസ് ഇതൊക്കെ നമ്മൾ റിപ്പീറ്റഡായിട്ട് പഠിക്കുന്ന ഒരു സാധനമാണ്. 8 ബിറ്റാണ് സ്റ്റാക്ക് പോയിൻ്റർ രജിസ്റ്ററിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. നമ്മൾ പുഷ് അല്ലെങ്കിൽ കോൾ എക്സിക്യൂഷൻസ് വരുമ്പോഴത്തേനുമാണ് നമ്മൾ സ്റ്റാക്ക് പോയിൻ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം സ്റ്റാക്ക് പോയിൻ്റർ എന്തിനാണ്? നമ്മൾ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾക്കൊരു ചേഞ്ച് വന്നു എന്നുണ്ടെങ്കിൽ അഡ്രസ്സ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാക്ക് പോയിൻ്റർ യൂസ് ചെയ്യുന്നത്. അടുത്തത് ഡേറ്റ പോയിൻ്റർ. ഡേറ്റ പോയിൻ്റർ എന്ന് പറയുന്നത് 16 ബിറ്റാണ് വരുന്നത്. എക്സ്റ്റേണൽ ഡേറ്റ മെമ്മറി അഡ്രസ്സിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡേറ്റ പോയിൻ്റർ യൂസ് ചെയ്യുന്നത്. അപ്പം ഡേറ്റ പോയിൻ്ററിന് 2 ഡിവിഷൻസ് ഉണ്ട്, ഹയർ ബൈറ്റും ഉണ്ട്, ലോവർ ബൈറ്റും ഉണ്ട്. അപ്പോൾ ഈ ഡേറ്റ പോയിൻ്ററിനെ നമുക്ക് ഡേറ്റ പോയിൻ്ററിൻ്റെ ഹയർ ബൈറ്റും നോക്കാം, ഡേറ്റ പോയിൻ്ററിൻ്റെ ലോവർ ബൈറ്റും നോക്കാം. അപ്പോൾ അതെല്ലാം 8 ബിറ്റ്സ് വെച്ചിട്ട് വരും. ഇത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? എക്സ്റ്റേണൽ അഡ്രസ്സിന്, റാമിൻ്റെ എക്സ്റ്റേണൽ അഡ്രസ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി. എന്തുകൊണ്ടാണ് റാം? ഡേറ്റയാണ് ഇവിടെ ഫെച്ച് ചെയ്തേക്കുന്നത് അല്ലേ. ഡേറ്റ ഫെച്ച് ചെയ്യുമ്പം ഏത് മെമ്മറിയാണ്? റാമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഡേറ്റ മെമ്മറി. ഓക്കെ, അതാണ് ഡേറ്റ പോയിൻ്റർ എന്ന് പറയുന്നത്.
പ്രോഗ്രാം കൺട്രോളർ എന്താണ്? അടുത്ത അഡ്രസ്സ് ഏതാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, എവിടെയാണ് അതിരിക്കുന്നത് എന്ന് നമ്മളുടെ സിസ്റ്റത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് പ്രോഗ്രാം കൗണ്ടർ ചെയ്യുന്നത്. ഇത് 2 ബൈറ്റ് അഡ്രസ്സാണ് ഇത് വരുന്നത്. അടുത്തത് IR. വാട്ട് ഈസ് IR? IR സ്റ്റാൻഡ്സ് ഫോർ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത് നമ്മളുടെ ഓപ്പ് കോഡിൻ്റെ ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്ത് അതിനെ എക്സിക്യൂട്ട് ചെയ്യുകയും അതിൻ്റെ ഡീറ്റെയിൽസിനെ ടൈമിംഗ് കൺട്രോൾ യൂണിറ്റ് പോലുള്ള യൂണിറ്റുകളെ അവരുടെ അടുത്ത് പറഞ്ഞ് നെസസറി ആയിട്ടുള്ള കൺട്രോൾ സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൻ്റെ എന്താണ് ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത്. അടുത്തത് ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിഗ്നൽസിനെ ഡിറൈവ് ചെയ്യുക, അല്ലെങ്കിൽ എക്സ്റ്റേണൽ സിസ്റ്റം ബസ്സിനെ കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ടാണ് കൺട്രോൾ സിഗ്നൽസ് കൊടുത്തേക്കുന്നത്. ടൈമിംഗ് എന്ന് പറയുമ്പോഴത്തേനും നമുക്കറിയാം അത് ഓരോ ഇൻറ്റേർണൽ ഓപ്പറേഷനെ സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്റ്റോപ്പ് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം, റീസെറ്റ് ചെയ്യണം പോലത്തെ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മളുടെ ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് ഉള്ളത്. ഇത്രയും കാര്യങ്ങൾ എവിടെയാണുള്ളത്? CPU-ൻ്റെ സബ് ഡിവിഷനായിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുള്ളത്. ഇനി ഇതല്ലാണ്ട് നമ്മളുടെ 8051-ലുള്ള ആൾക്കാർ ആരൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേത് നമ്മളുടെ പോർട്സാണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 പോർട്സാണ് നമുക്കുള്ളത്. P0, P1, P2 ആൻഡ് P3. ഓക്കെ, 4 പോർട്സാണ് ഉള്ളത്. P0-നെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സിംഗിൾ ചിപ്പ് മോഡാണ്. അത് എക്സ്പാൻഡഡ് മോഡ് ആയിരിക്കുമ്പോഴത്തേനും ഡേറ്റയും ലോവർ അഡ്രസ് ബിറ്റ്സിനെയും ഇവർ ട്രാൻസ്പോർട്ട് ചെയ്യും. അപ്പം 2 മോഡ്സാണുള്ളത്, P0 മുതൽ P2 വരെ. അപ്പം അത് സിംഗിൾ ചിപ്പ് മോഡുണ്ട്, അപ്പോൾ അത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസിനായിട്ട് നമുക്കത് യൂസ് ചെയ്യാം. എക്സ്പാൻഡഡ് മോഡുള്ളപ്പോഴത്തേനും ഡേറ്റ അല്ലെങ്കിൽ അഡ്രസ് ബിറ്റ്സിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം P0 വരുമ്പോഴത്തേനും, ഇപ്പോൾ P0-ൽ നമ്മൾ AD0 to AD7 ആയിരിക്കും നമ്മൾ എക്സ്പാൻഡഡ് മോഡിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്. P1-ൽ ഇൻ്റർഫേസിങ് സിഗ്നൽസ് ആയിരിക്കും വരുന്നത്. P2-ൽ A8 to A15 സിഗ്നൽസ് ആയിരിക്കും എക്സ്പാൻഡഡ് മോഡിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി P3 എന്ന് പറയുമ്പോഴത്തേനും അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡിൽ അത് ഇൻപുട്ട് ഔട്ട്പുട്ട് ആണെന്നുണ്ടെങ്കിൽ സിംഗിൾ ചിപ്പ് മോഡായിരിക്കും. അല്ലാത്ത കേസിൽ ഇൻ്റർഫേസിങ് സിഗ്നലായിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ ടൈമർ, ഞാൻ നേരത്തെ പറഞ്ഞു ടൈമർ കൗണ്ടറൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞാൽ 2 ടൈമർ കൗണ്ടർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം അതിന് വേണ്ടിയിട്ടും ഇൻട്രപ്സിന് വേണ്ടിയിട്ടും റീഡ് റൈറ്റ് സിഗ്നൽസിന് വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് ഈ ഒരു P3 പിന്ന് യൂസ് ചെയ്യാം. ഇൻ ജനറൽ ഇപ്പം ഇത് സിംഗിൾ ചിപ്പ് മോഡിലാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടിൽ ഏതാണ് ഇൻപുട്ട് ഏതാണ് ഔട്ട്പുട്ട് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ 1 ആണെങ്കിൽ ഇൻപുട്ടും 0 ആണെങ്കിൽ ഔട്ട്പുട്ട് വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് P0, ഓക്കെ, P0 വരുന്നത് ഇഫ് ഇറ്റ് ഈസ് 1 സെറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? എൻ്റെ P0 ഇസ് എ ഇൻപുട്ട് പോർട്ട്. P1 0 ആണെന്നുണ്ടെങ്കിൽ വാട്ട് ഡസ് ഇറ്റ് ഡിനോട്ട്? മൈ P1 ഇസ് ആൻ ഔട്ട്പുട്ട് പോർട്ട്. ഓക്കെ, അതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സിൽ നമുക്ക് അതിനെപ്പറ്റി പറയാനായിട്ടുള്ളത്. സീരിയൽ ഡേറ്റ ബഫർ എന്ന് പറയുന്നത് ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സീരിയൽ ഡേറ്റ ബഫർ 2 ടൈപ്പാണ് നമുക്കുള്ളത്. 2 ഇൻഡിപെൻഡൻറ്റ് രജിസ്റ്റേഴ്സാണ് സീരിയൽ ഡേറ്റ ബഫറിനകത്തുള്ളത്. ഒന്ന് ട്രാൻസ്മിറ്റ് ബഫറും മറ്റേത് റിസീവ് ബഫറും. ട്രാൻസ്മിറ്റ് ബഫർ എന്ന് പറയുന്നത് ഒരു ഡേറ്റേനെ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബേസിക്കലി ഡേറ്റനെ ലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ബൈറ്റിനെ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് ട്രാൻസ്മിറ്റ് ബഫർ. ഇത് പാരലൽ ആൻഡ് സീരീസ് ഫോർമാറ്റിലാണ്. ഈ ഒരു ഡേറ്റനെ റിസീവ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു റിസീവ് ബഫറാണ് യൂസ് ചെയ്യുന്നത്. അത് സീരീസ് ഇൻ പാരലൽ ഫോർമാറ്റിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി അടുത്തത് ടൈമേഴ്സ്. നമുക്ക് 2 ടൈമേഴ്സാണുള്ളത്. 16 ബിറ്റിൻ്റെ കൗണ്ടിങ് രജിസ്റ്റേഴ്സ് ആണുള്ളത് ഫോർ കൗണ്ടേഴ്സ് അല്ലെങ്കിൽ ടൈമേഴ്സ് 0 and 1. ഈ ഓരോ കൗണ്ടർ 0യ്ക്ക് നമുക്ക് അപ്പർ ബിറ്റിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു സെക്ഷനുണ്ട്, ലോവർ ബിറ്റിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു ടൈമർ ഉണ്ട്. അതായത് TH0 ഫോർ ഹയർ ബൈറ്റ്സ് ആൻഡ് TL0 ഫോർ ലോവർ ബിറ്റ്സ്. ഓക്കെ, അതുപോലെ ഫോർ കൗണ്ടർ 1 we have TH1 and TL1. സോ ഇത് ലോവർ ആൻഡ് ഹയർ ബൈറ്റ്സിനെ, ടൈമിംഗ് രജിസ്റ്ററിൻ്റെ ലോവർ ആൻഡ് ഹയർ ബൈറ്റ്സിനെ ഡിനോട്ട് ചെയ്യുന്നൊരു സംഭവമാണ്.
നമുക്ക് 8051 കൺട്രോൾ രജിസ്റ്റേഴ്സ് ഉണ്ട്. കൺട്രോൾ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അതൊരു സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സാണ്. അപ്പം ഇവർക്ക് ഇവരുടേതായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷനാലിറ്റി ഉണ്ട്. ഇവർക്ക് നമ്മുടെ മെമ്മറിയിൽ ഒരു സ്പെസിഫിക് റീജിയനൊക്കെ ഉണ്ട്. അപ്പം ഇതെന്തിനാണ്? കൺട്രോൾ ചെയ്യാനായിട്ടാണ്. നമ്മുടെ സീക്വൻസിനെയും നമ്മുടെ ആക്ഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ഈ ഒരു കൺട്രോൾ രജിസ്റ്റേഴ്സ് ഉള്ളത്. അപ്പോൾ ബേസിക്കലി ഇതിനകത്ത് കൺട്രോൾ രജിസ്റ്ററിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റേഴ്സ് ആയിരിക്കും. ചിലപ്പം ഇത് ഇൻട്രപ്റ്റ് പ്രയോറിറ്റി അല്ലെങ്കിൽ ഇൻട്രപ്റ്റ് എനേബിള്, ടൈമർ മോഡ് രജിസ്റ്റർ, ടൈമർ കൺട്രോൾ രജിസ്റ്റർ, സീരിയൽ കൺട്രോൾ രജിസ്റ്റർ, പവർ കൺട്രോൾ രജിസ്റ്റർ എന്നീ കാര്യങ്ങളൊക്കെ ആയിരിക്കും. രജിസ്റ്റർ ബാങ്ക്സ് നമുക്ക് ഞാൻ പറഞ്ഞു 4 രജിസ്റ്റർ ബാങ്ക്സ് ആണുള്ളത് എന്നല്ലേ. ഓരോ രജിസ്റ്റർ ബാങ്കിനകത്തും 8 രജിസ്റ്റേഴ്സ് ആണുള്ളത് ഫ്രം R0 to R7. അപ്പം ഇത് എന്തിനാണ്? ഡേറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് ഡേറ്റയെ ട്രാൻസ്ഫർ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ആണ്. PSEN എന്ന് പറയുന്നത് നമ്മൾ ബേസിക്കലി എന്താണ്, എനേബിൾ സിഗ്നലായിട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ്. പ്രോഗ്രാം സ്റ്റോർ എനേബിൾ, നമ്മുടെ കൺട്രോൾ സിഗ്നലിനെ എക്സ്റ്റേണൽ പ്രോഗ്രാം. നമ്മൾക്കിപ്പം നമ്മളുടെ റാമിനും റോമിനും നമ്മൾ നേരത്തെ ഫീച്ചേഴ്സ് പറഞ്ഞാൽ എക്സ്റ്റേണൽ മെമ്മറീനെ ആഡ് ഓൺ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഇവിടെയുണ്ട്. അപ്പം എക്സ്റ്റേണൽ മെമ്മറീനെയാണോ അത് ഇൻറ്റേർണൽ മെമ്മറീനാണോ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് സിസ്റ്റത്തിനെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു PSEN ഉള്ളത്. ഓക്കെ, അപ്പോൾ അതായത് എക്സ്റ്റേണൽ പ്രോഗ്രാമിംഗ് മെമ്മറി യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് PSEN നമുക്ക് ഉള്ളത്. ALE അഡ്രസ് ലാച്ച് എനേബിൾ ആണ്. EA എക്സ്റ്റേണൽ ആക്സസ് ആണ്. അപ്പം ഇതും എഗെയിൻ എക്സ്റ്റേണൽ മെമ്മറിയിൽ നിന്ന് എക്സിക്യൂട്ട് ചെയ്യണോ അല്ലെങ്കിൽ ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് എക്സിക്യൂട്ട് ചെയ്യണോ, ഓക്കെ, എക്സിക്യൂഷന് വേണ്ടിയിട്ടാണ് നമ്മൾ EA എക്സ്റ്റേണൽ ആക്സസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. RST എഗെയിൻ റീസെറ്റ് ആണ്. റീസെറ്റ് എന്ന് പറയുമ്പോൾ മാസ്റ്റർ റീസെറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓൺ ചിപ്പ് ഓസിലേറ്റർ ഇൻപുട്ട്, ഓസിലേഷൻ അല്ലെങ്കിൽ ഓസിലേറ്റർ എന്ന് പറയുന്നത് എന്തിനാണ്? ടു ആൻഡ് ഫ്രോ മോഷൻ അല്ലെങ്കിൽ ക്ലോക്കിന് വേണ്ടിയിട്ടാണ്, ക്ലോക്ക് സിഗ്നൽസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻട്രപ്റ്റ് കൺട്രോളർ എന്ന് പറയുന്നത് നമുക്ക് വരുന്ന ഇൻപുട്സിനെ അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഇൻട്രപ്റ്റിനെ അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഒരു സബ് റൂട്ടീനെ നമുക്ക് നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മളവിടെ ഇപ്പോഴത്തെ പ്രോഗ്രാമിനെ സ്റ്റോപ്പ് ചെയ്ത് ആ ഒരു സബ് പ്രോഗ്രാമിനെ കയറ്റിവിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ കൺട്രോളൊക്കെ ഇൻട്രപ്റ്റ് കൺട്രോളറാണ് ചെയ്യുന്നത്. മെമ്മറി എഗെയിൻ ആസ് ഐ സെഡ് ബിഫോർ റാമും റോമുമായിട്ട് ഉണ്ട്. ഇനി നമുക്ക് ആ ഡയഗ്രം നോക്കാവേ. നമ്മൾ ഓസിലേറ്ററിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ, ടൈമിങ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബസ് കൺട്രോളർ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളുടെ ബസ് മൂവ്മെൻറ്റ്സിനെ കൺട്രോൾ ചെയ്യാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ ബസ് കൺട്രോൾ യൂസ് ചെയ്യുന്നത്. ബേസിക്കലി ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് വയേഴ്സ്, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ചാനൽ, ഡേറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ഒരു ചാനലാണ് ബസ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട്സ് നമ്മൾ പറഞ്ഞു 4 അതിൽ ആദ്യത്തെ 2 അഡ്രസ് അല്ലെങ്കിൽ ഡേറ്റയും, P2 നമ്മൾ അഡ്രസ്സോ ഡേറ്റയും യൂസ് ചെയ്യും. സീരിയൽ പോർട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ടും റിസീവ് ചെയ്യാനായിട്ടും 2 ബഫർ ഉള്ളത്. ടൈമർ ഇത് നമ്മുടെ കൗണ്ടറിന് വേണ്ടിയിട്ടുള്ള 2 ടൈമർ 0 ടൈമർ 1, റാമും റോമും ഉണ്ട്. ഇൻട്രപ്റ്റ് കൺട്രോളർ ഓൾറെഡി നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ്സ് വരുമ്പോഴത്തേനും CPU-ലോട്ടായിരിക്കും നമ്മൾ മെസ്സേജ് പോകുന്നത്. അപ്പം അത്രയേ ഉള്ളൂ ആർക്കിടെക്ചർ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് വരച്ച് വെക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഡയഗ്രം നിങ്ങൾ സ്കിപ്പ് ചെയ്യാനായിട്ട് നോക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു മൊഡ്യൂൾ 8051 പറ്റി മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ.